സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുന്ന പ്രവർത്തനത്തെ ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? വിശ്വാസികൾ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുതെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ധ്രുവീകരണം എന്ന ലക്ഷ്യത്തോടെ അല്ലേ? നമുക്ക് ചിന്തിക്കാം. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഭാഷയുടെ പേരിലും നിറത്തിൻ്റെ പേരിലുമൊക്കെ മനുഷ്യനെ ഭിന്നിപ്പിച്ച് സ്വന്തം കാര്യങ്ങൾ കാണുവാനുള്ള പലരുടെയും പ്രവണത നികൃഷ്ടമാകുന്നു എന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിക്കും. എങ്കിലും മനുഷ്യർ അതിനടിമകളാകുന്നു. അതിനെ ധ്രുവീകരണം എന്നോ ഇംഗ്ലീഷിൽ പോളറൈസേഷൻ എന്നൊക്കെയോ പറയുന്നു. ഇത് ക്രിസ്തുമാർഗത്തിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു. അതായത് മനുഷ്യരെ വിശ്വാസികളായും അവിശ്വാസികളായും തരംതിരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വേർതിരിച്ചിരിക്കുന്നു എന്നാണ് അയാൾ വാദിക്കുന്നത്. ഓർക്കണം, ആരുടെയെങ്കിലും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി അങ്ങനെ ഒരു വേർതിരിവുണ്ടാക്കണം എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. പിന്നെയോ മനുഷ്യവർഗത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കാത്തവരും സ്വതവേ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ആണും പെണ്ണും എന്ന രണ്ട് കൂട്ടർ മനുഷ്യരിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യം മാത്രം അല്ലേ, ധ്രുവീകരണമല്ലല്ലോ. എന്നാൽ കാര്യസാധ്യത്തിനായി അവരെ തമ്മിലടിപ്പിക്കുന്നതാണ് തെറ്റ്. അങ്ങനെയെങ്കിൽ അവിശ്വാസികളുമായി ഇണയില്ലാപ്പണ കൂടരുതെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഇതേറെ പ്രായോഗികമായ ഒരു വസ്തുതയാകുന്നു എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെയും ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുടെയും മൂല്യങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ്. അവ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകില്ല. ആയതിനാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവിശ്വാസികളുടെ സ്വാധീനം ദോഷം മാത്രമേ കൊണ്ടുവരൂ എന്ന യാഥാർത്ഥ്യത്തെ വിശുദ്ധ പൗലോസ് പറഞ്ഞു തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു വിശ്വാസി അവിശ്വാസിയെ വെറുക്കണമെന്നോ അവരുമായി സഹകരിക്കരുതെന്നോ ഒന്നുമല്ല പൗലോസ് പറയുന്നത്. ഒരു ക്രിസ്തുവിശ്വാസി മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ കരുതണം, മറ്റുള്ളവർക്ക് ദോഷമായി വരുന്ന വിധത്തിൽ ഒന്നും ചെയ്യരുത്, ഒന്നും ചിന്തിക്കരുത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തു വിശ്വാസി ആയിട്ടില്ലാത്ത ഒരാളുമായി ഉള്ള പങ്കാളിത്തം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഒരു ക്രിസ്തു വിശ്വാസിയിൽ ദോഷം ഉണ്ടാക്കും എന്ന മുന്നറിയിപ്പാണ് ഇവിടെ പൗലോസ് നൽകുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൽ ഈ വിഷയം വളരെ പ്രസക്തമാണല്ലോ. അതുകൊണ്ട് ആ ഭാഗം എടുത്താട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെ നാം ചിന്തിച്ച് കഴിഞ്ഞിരുന്നു. ഇന്ന് 11 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുവാൻ പോകുകയാണ്. ഭാഗം എടുത്താട്ടെ. 2 കൊരിന്ത്യർ 6. കർത്തൃ ശുശ്രൂഷയിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവിക ആശ്വാസം എന്ന വിഷയമാണ് 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. ശുശ്രൂഷയിലെ വിവിധ കാര്യങ്ങൾ നാം ചിന്തിച്ചു. തുടർന്ന് പൗലോസിൻ്റെ വ്യക്തിപരമായ അപേക്ഷയാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. പൗലോസ് ഇവിടെ കരഞ്ഞു പറയുന്നത് പോലെ തോന്നും. കൊരിന്തിൽ തൻ്റെ ശുശ്രൂഷ മൂലം കർത്താവിലേക്ക് വന്നവരെ എത്ര ആർദ്രതയോടെയാണ് പൗലോസ് കരുതുന്നത്. അവർ ചെറിയ ശിശുക്കളായ വിശ്വാസികളാണ്, ക്രിസ്തുവിൽ ശിശുക്കൾ. ജഡീകർ എന്നാണല്ലോ പൗലോസ് അവരെ വിളിച്ചത്. എന്നാൽ പൗലോസിൻ്റെ ഹൃദയം അവരിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ഈ 6-ാം അധ്യായത്തിലും അടുത്ത അധ്യായത്തിലും അവൻ്റെ ഹൃദയം പൊട്ടി അവൻ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന അപ്പോസ്തലൻ. അവൻ അവർക്ക് വേണ്ടി കരഞ്ഞ് അപേക്ഷിക്കുകയാകുന്നു. 11, 12, 13 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. അല്ലേ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിപ്പീൻ എന്ന് ഞാൻ മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു.
കൊരിന്തിലുള്ള വിശ്വാസികൾ ക്രിസ്തുവിൽ വെറും ശിശുക്കളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, അവൻ്റെ ആത്മാർത്ഥമായുള്ള അപേക്ഷയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് തൻ്റെ സ്നേഹനിർഭരമായ ഹൃദയം തുറക്കുന്നു. സ്നേഹവും വിശാലതയും അവരിലും ഉണ്ടാകുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. ദൈവത്തെ വെറുക്കുകയും അവൻ്റെ വചനത്തെ തള്ളിക്കളയുകയും ദൈവത്തെയും അവൻ്റെ വചനത്തെയും സ്നേഹിച്ചവർക്ക് മുറിവുണ്ടാക്കുകയും ചെയ്ത ആളുകളുടെ ഹൃദയം പോലും പൗലോസ് ചലിപ്പിച്ചു എന്നാണ് വാസ്തവം. എന്തൊരു കഴിവില്ലേ! സഭയുടെ ആദ്യകാലങ്ങളിൽ അത് വാസ്തവമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും അത് സത്യം തന്നെയാണ്. താങ്കൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായാൽ അത് വില കൊടുക്കേണ്ട സംഗതിയാണെന്ന് താങ്കൾ അറിയും. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുക എന്നാൽ അത് ഒരുതരം കളിയല്ല. തിരുവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നാം വന്നിരിക്കുന്നത്. പലപ്പോഴും തെറ്റായി ഉപയോഗിക്കാറുള്ളതും വ്യാഖ്യാനിക്കാറുള്ളതുമായ ഒരു ഭാഗമാണിത്. ചിലർ ഈ ഭാഗത്തെ ആണി പോലെ കഠിനമാക്കുകയും സ്നേഹമില്ലാത്ത ഒന്നാക്കുകയും ചെയ്യും. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആർദ്രമായ ഹൃദയത്തിൽ നിന്നും വരുന്ന സ്നേഹനിർഭരമായ വാക്കുകളാണ്. കൊരിന്തിലെ വിശ്വാസികളോടുള്ള സ്നേഹത്താൽ, അവരോടുള്ള കരുതലിനാൽ പൗലോസിൻ്റെ ഹൃദയം മിക്കവാറും പൊട്ടാറായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അത്ര ആത്മാർത്ഥതയോടെ അവൻ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹവും വിശാലതയും അവരിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള മനോഭാവം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഓരോരുത്തർക്കും, ഓരോ വിശ്വാസിയിലും ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റുള്ളവരെ ചലിപ്പിക്കും, മറ്റുള്ളവരെ സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി സഹായിക്കും. നാം അധികം പ്രസംഗിച്ചില്ലെങ്കിലും ഈ മനോഭാവം നമ്മിലുണ്ടെങ്കിൽ എന്തുമാത്രം വ്യതിയാനം മറ്റുള്ളവരിൽ ഉണ്ടാകുമെന്നറിയാമോ? പക്ഷേ പലപ്പോഴും അതിന് വലിയ പ്രയാസമാണല്ലേ. 14 വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല, പിണകൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. ബിംബാരാധനയിൽ നിന്നും സമ്പൂർണമായ ഒരു വേർപാട് പൗലോസ് ആവശ്യപ്പെടുകയാണ്. ജഡീക സ്വഭാവമുള്ള പാപങ്ങളിൽ നിന്നും വിമോചനം, ലോകമയത്വത്തിൽ നിന്നും മോചനം, അതാണ് അവനോട് പറയുന്നത്. വേർപെട്ട വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടർ ഇന്നുണ്ട്. അവരിൽ കാണുന്നിടത്തോളം ലോകമയത്വം മറ്റനേകരിലും കാണാറില്ല എന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ദുഃഖസത്യമാണ്. ആരോ പറഞ്ഞു, ഏതാനും കാര്യങ്ങൾ മനസ്സില്ലാ മനസ്സോട് ഉപയോഗിക്കാതിരുന്നിട്ട് തങ്ങൾ വേർപെട്ടവരാകുന്നു എന്ന് കരുതുന്നത് വലിയ അബദ്ധമാകുന്നു എന്ന്. വേർപാട് ആദ്യം ഹൃദയത്തിലാകുന്നു ഉണ്ടാകേണ്ടത്. പ്രധാനമായും കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു വിഭാഗം ജനങ്ങളോട് ദൈവം മോശയിലൂടെ നൽകിയ ന്യായപ്രമാണം നാം കാണുന്നു. ഒരു കാളയെയും കഴുതയെയും ഒരേ നുകത്തിൻ കീഴിൽ കെട്ടരുതെന്ന് ദൈവം അവരോട് അരുളി ചെയ്തു. അത് ഒരുപോലെ അല്ലാത്ത മൃഗങ്ങളെ ഒരു നുകത്തിൻ കീഴിൽ കെട്ടുന്നതാണ്. ഒന്ന് ശുദ്ധിയുള്ളതും മറ്റേത് ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളായിരുന്നു. ഇവിടെ ദൈവം ദൈവമക്കളോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത്, ഒരു വിശ്വാസി ഒരു അവിശ്വാസിയുമായി ഒരു നുകത്തിൻ കീഴിൽ ആകരുതെന്ന്. എങ്ങനെയാണ് ആളുകൾ ഒരു നുകത്തിൻ കീഴിൽ വരുന്നത്? ഏതെങ്കിലും വിധത്തിലുള്ള യഥാർത്ഥ ബന്ധമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പങ്ക് കച്ചവടമാകാം, വിവാഹബന്ധമാകാം, ഒരു ദീർഘകാലത്തേക്ക് ഒരുമിച്ചുള്ള ജോലിയാകാം. തീർച്ചയായും വിവാഹം 2 വ്യക്തികളെ ഒരു നുകത്തിൻ കീഴിൽ കെട്ടുകയാണ്. ഒരു ദൈവപൈതലായി തീർന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയും തമ്മിൽ വിവാഹബന്ധത്തിൽ ഒന്നിക്കുവാൻ പാടില്ല. അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. ഇത് അനേകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്താവനയാണ്. ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കുവാൻ അനേകം ഉപാധികളും പറയുന്നവരുണ്ട്. എന്നാൽ അങ്ങനൊരു ബന്ധത്തിൽ ചേരുന്നത് ദൈവത്തോട് മറുതലിക്കുകയാണ് എന്ന് ആദ്യം ഓർക്കണം. ദൈവത്തോട് വാദിച്ച് ജയിക്കാമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഒരു ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിൽ ഒരുമിച്ച് കെട്ടി ഉഴുവാൻ പാടില്ല. ഒരു ദൈവപൈതലും പിശാചിൻ്റെ മകനോ മകളോ കൂടി ഒരു നുകത്തിൻ കീഴിൽ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ സാധ്യമല്ല. വിവാഹബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാം ഒത്തു പയ്യൻ അല്ലെങ്കിൽ പെണ്ണ് ഒരു ദൈവപൈതൽ അല്ലെന്ന് മാത്രം. അത്
പിന്നെ ശരിയായിക്കൊള്ളുമെന്നാണ് പലരുടെയും ഭാഷ്യം. എന്നാൽ ഞാൻ സാധാരണ ചോദിക്കാറുള്ളത്, ഈ പറഞ്ഞത് ആദ്യം അങ്ങ് ശരിയാകുകയല്ലായിരുന്നോ? നാം എത്ര ഇടുങ്ങി ചിന്തിക്കുന്നു, അതിൻ്റെ ഫലം കൊയ്യുന്നു ഇല്ലേ? വസ്തുമയമായുള്ള കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നതിനാൽ ആത്മീക കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുവാൻ പോലും നാം മടിക്കുന്നില്ല. ഇതാണ് ലോകത്തിൻ്റെ പ്രത്യേകത. ഇതാണ് ജഡത്തിൻ്റെ ആ വലിയ പ്രശ്നം. അനേകരിലും ഈ അബദ്ധം കാണിച്ച അനേകർക്കും ഉണ്ടായ വലിയ ബുദ്ധിമുട്ട് നാം മനസ്സിലാക്കിയിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഇന്നും നാമും ആ വഴിയിലേക്ക് പോകുവാനായി നമ്മെ പ്രലോഭിപ്പിക്കുന്ന ജഡത്തിൻ്റെ, ലോകത്തിൻ്റെ ആ ആകർഷണം എത്ര ഭയാനകമാണെന്നറിയാമോ? പലരുടെയും ആത്മീയത്തിൻ്റെ പരീക്ഷണം പണത്തോടടുക്കുമ്പോഴാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞതുപോലെയുള്ള ഈ ബന്ധത്തിൻ്റെ വേറൊരു ഉദാഹരണം ഏതെങ്കിലും ഒരു സംഘടനയുമായി താതാത്മ്യപ്പെടുന്നതിലാണ്. ഉദാഹരണത്തിന്, ദൈവവചനം കൃത്യമായി വിശ്വസിക്കുകയും സുവിശേഷ വിഹിതമായി പോകുകയും ചെയ്യുന്ന ഒരു വ്യക്തി അതിന് വിരുദ്ധമായി പോകുന്ന ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുവാൻ ആരംഭിച്ചാൽ അത് അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടുകയാണ്. അവരുടെ ശമ്പളവും പറ്റി അവരോട് താതാത്മ്യപ്പെട്ടല്ലേ പ്രവർത്തിക്കുന്നത്. ഇത് ദൈവവചനം അനുവദിച്ചിട്ടുള്ളതല്ല എന്നോർക്കണം. താൽക്കാലികമായൊരു ബന്ധപ്പെടലല്ല ഇവിടുത്തെ വിഷയം. പൗലോസ് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കൂ. ഒരു പുതിയ പട്ടണത്തിൽ ചെന്നാൽ പൗലോസ് ആദ്യം ചെയ്തിരുന്നത് അവിടെയുള്ള സിനഗോഗിൽ, അതെ, യഹൂദന്മാരുടെ പള്ളിയിൽ പ്രവേശിക്കുമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും അധികം എതിർത്തിരുന്നതായ ആ യഹൂദന്മാരുടെ പള്ളികളിൽ നിന്നുമായിരുന്നു അവൻ ആദ്യം പ്രവർത്തിക്കുവാൻ ആരംഭിച്ചത്. എന്നിട്ടും പൗലോസ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് അവിടെയായിരുന്നു. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം ദൈവം പൗലോസിനെ നയിച്ചത് അപ്രകാരത്തിലായിരുന്നു. എന്നാൽ പൗലോസ് അതിലൊരു പള്ളിയിൽ ചേർന്ന് അതിലെ റബ്ബിയായി തീർന്നാൽ അതിനെ ഒരു നുകം എന്ന് പറയുവാൻ സാധിക്കും. പൗലോസ് ഇവിടെ സംസാരിക്കുന്നത് സ്ഥിരമായ ഒരു ക്രമീകരണത്തിൽ ഒരു നുകത്തിന് കീഴ് വരുന്നതിനെക്കുറിച്ചാണ്. അതെ, വിവാഹബന്ധമോ കൂട്ടു ബിസിനസ്സോ ഒരു സംഘടനയിലെ ജോലിയോ ഒരു സഭയിലെ അംഗത്വമോ ഒക്കെ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടുന്നതാകാം. അതാണ് ഇവിടെ പറയുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. അടുത്ത വാക്യത്തിൽ അവനത് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് നോക്കിക്കാട്ടെ, 15-ാം വാക്യം. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി? അവിശ്വാസികളും നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളുമായി സാധാരണ ബന്ധം ഈ വാക്യം വിലക്കുന്നില്ല. ബലിയാൽ എന്നത് സാത്താന് പൗലോസ് പറയുന്ന ഒരു പേര് മാത്രം. നാം ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വാസികളുമായി ഒരു ബന്ധവും അരുതരുതെന്നല്ല ഇവിടുത്തെ ആശയം. ഇത് വളരെ ഇടുങ്ങി ചിന്തിക്കുവാൻ പലർക്കും ഇടയാക്കിയിട്ടുള്ള ഒരു ഭാഗമാകുന്നു. വെളിച്ചമാകുന്ന ദൈവരാജ്യം കണ്ടെത്തിയിട്ടുള്ളവർക്ക് അന്ധകാരത്തിൻ്റെ രാജ്യവുമായി ബന്ധപ്പെടുവാനോ അനുരഞ്ജനപ്പെട്ടു പോകുവാനോ കഴിയുകയില്ല. ഇത് അവരവരുടെ സാഹചര്യത്തിൽ ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അതാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനിയും 16-ാം വാക്യത്തിൽ, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. ഇവിടെ പൗലോസ് പ്രത്യേകമായി വിഗ്രഹാരാധനയെ എടുത്തു പറയുന്നു. ദൈവത്തിൻ്റെ മന്ദിരത്തിന് ഈ ആരാധനയോട് ഒരു യോഗ്യതയുമില്ല. എവിടെയാണ് ഈ മന്ദിരം
ഇന്ന് ദൈവത്തിൻ്റെ മന്ദിരം ഓരോ വിശ്വാസിയുടെയും ശരീരമാകുന്നു. നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. ദൈവം വസിക്കുന്ന ഒന്നിന് വിഗ്രഹങ്ങളുമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോലങ്ങളുമായി യോഗ്യത പാടില്ല എന്നാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. വേർപാടിനും വിശുദ്ധീകരണത്തിനുമുള്ള ആഹ്വാനമാണിത്. ബിംബാരാധന താൻ വെറുക്കുന്നു. ലോകമയത്വത്തിൽ നിന്നും അതിൻ്റെ വഴികളിൽ നിന്നുമുള്ള വേർപാട് ദൈവം ഓരോ വിശ്വാസിയിലും ആഗ്രഹിക്കുന്നു. വിശ്വാസി അശുദ്ധമായതിനെ സ്പർശിക്കുവാൻ പോലും അനുവദിച്ചിട്ടില്ല. യെരിഹോ പട്ടണം യോശുവയും ഇസ്രായേൽ ജനവും കൂടി വിശ്വാസത്താൽ പിടിച്ച സംഭവം യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. അവിടെ ആഖാൻ എന്ന വ്യക്തി ശപഥാർപ്പിതം കൈവശപ്പെടുത്തുന്നു. ദൈവം തൊടരുത് എന്ന് പറഞ്ഞ സംഗതി അവൻ സ്വന്തം ആവശ്യത്തിനായി എടുക്കുകയും ഒളിച്ചു വെക്കുകയും ചെയ്യുന്നു. തൊടാൻ പാടില്ലാത്തതിനെ ഇസ്രായേൽ തൊട്ടു. അതിനുശേഷം ചെറിയ പട്ടണമായ ഹായിയുടെ നേരെ അവർ പുറപ്പെട്ടു ചെല്ലുന്നു. ആ സംഭവം നിങ്ങൾ ഓർക്കുമല്ലോ. നിഷ്പ്രയാസം അതിനെ കീഴടക്കാം എന്ന വിശ്വാസത്താൽ അവർക്കതിൽ ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? അവർ ലജ്ജിതരായി തോറ്റോടി. ലോകമയത്വത്തിൽ നിന്നും അശുദ്ധമായതിൽ നിന്നും വേർപെടാൻ ദൈവം കൽപ്പിച്ചത് അവർ ലംഘിച്ചു. വേർപെട്ടവരെന്ന് സ്വയം ചിന്തിക്കുന്ന അനേകം വിശ്വാസികൾ ഇന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അയ്യോ, അവർ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അതൊക്കെ ഭയങ്കര പാപങ്ങളാണ്, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലും ഇല്ല. എന്നാൽ ഏഷണി പറയുന്നതിൽ പലപ്പോഴും അവർ അടിമപ്പെട്ടിരിക്കുകയാണ്. എത്ര താണ നിലവാരത്തിൽ സംസാരിക്കുവാനും ഇങ്ങനെയുള്ളവർക്ക് മടിയില്ല. അത് ലോകമയത്വമാണെന്നോ അശുദ്ധമാണെന്നോ ദൈവഹിതത്തിനെതിരാണെന്നോ അവർ ചിന്തിക്കില്ല. അറിഞ്ഞാൽ തന്നെ അംഗീകരിക്കുകയുമില്ല. അവർ അതിൻ്റെ അടിമകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സകല ആഡംബരങ്ങളുടെയും പിൻപേ അവർ പോകും. ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളെ അവർ ധരിക്കൂ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പണം പാഴാക്കുന്നതിൽ അവർക്കൊരു മടിയുമില്ല. എന്നിട്ടും തങ്ങൾ ലോകമയത്വത്തിൽ നിന്നും വേർപെട്ടവരാകുന്നു എന്ന് അവർ കരുതുന്നു. ഞാൻ വ്യക്തിപരമായി ആരെയും വിധിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അത് ശരിയുമല്ലല്ലോ. എന്നിരുന്നാലും ഇത് ചൂണ്ടിക്കാണിക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം നാം വളരെ വളരെ സൂക്ഷിക്കണം. ദൈവിക കാര്യങ്ങൾ സംസാരിക്കുവാനും ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി വർണ്ണിക്കുവാനും നാം അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനും അവന് വേണ്ടി വേർപെട്ടവരാകുന്നു എന്ന് നമ്മെ തന്നെ കരുതുവാനുമെല്ലാം എളുപ്പമാണ്. അതേസമയം വാസ്തവമായി ലോകമയത്വത്തിൽ നിന്നും വേർപെടാതെയും ക്രിസ്തുവിനോട് ചേരാതെയും ഇരിക്കാവുന്നതാണ്. അനേകരും ഈ വേർപെട്ടവർ എന്ന് പറയുന്നത് ഒരുതരം ഒളിച്ചോട്ടം മാത്രമാകുന്നു എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെയായാൽ ആരും തങ്ങളോടൊന്നും ചോദിക്കില്ലല്ലോ എന്ന ചിന്ത കൊണ്ട് ഒരുതരം കപടഭക്തി. ഇത് വളരെ ശ്രദ്ധിക്കണം. അല്ലാത്തവരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വളരെ ആത്മാർത്ഥമായി മുൻപോട്ട് പോകുന്ന അനേകരുണ്ട്. അത് സ്വന്തം ജീവിതത്തിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ദൈവവചനം വളരെ വ്യക്തമാണ്. ദൈവവചനത്തിൽ നാം വായിച്ചുള്ള വിശ്വാസികളോട് ദൈവത്തിൻ്റെ വചനത്തിന് പറയുവാനുള്ളത്, അവർ ഒരിക്കലും നീതിയും അധർമ്മവും കൂട്ടിച്ചേർത്ത് മുൻപോട്ട് പോകരുത്. അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരെ കണ്ടാൽ ചിരിക്കരുത്, അവരെ സഹായിക്കരുത് എന്നല്ല ഇവിടുത്തെ അർത്ഥം. വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു യോഗ്യത നാം അത് കണ്ടു. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, ദേവാലയത്തിനും വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ദൈവം തന്നെ പറയുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. നാം അപ്രകാരത്തിലുള്ള വ്യക്തികളായിരിക്കെ ലോകത്തോട് അനുരൂപപ്പെട്ടു പോകുവാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഞാൻ ഓർപ്പിച്ചല്ലോ, നാം ഇതിന് വലിയ വില കൊടുക്കുവാൻ തയ്യാറാകണം. വില കൊടുക്കുവാൻ തയ്യാറല്ല എങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. ദൈവം പറയുന്നു, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത്. ഞാൻ പറയുന്നതൊരു മതഭ്രാന്തനായി ജീവിക്കണമെന്നല്ല. എന്നാൽ അശുദ്ധിയോട് എത്രയും അടുത്ത് ചെല്ലുമോ അത്രയും നാമും അശുദ്ധരായി തീരും എന്ന കാര്യം മറക്കരുത്.
ഒരു ദൈവപൈതലാകുന്നതിന് മുൻപ് അതിൻ്റെ ഗൗരവം താങ്കൾ മനസ്സിലാക്കണം. അർത്ഥമില്ലാതെ ഒരു ദൈവപൈതൽ ആകരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. കർത്താവ് സകലത്തിനും മതിയായവൻ എന്ന് താങ്കൾക്ക് ഉറപ്പില്ല എങ്കിൽ അതും പറഞ്ഞുകൊണ്ട് നടക്കരുതെന്ന് ചുരുക്കം. അവിടുന്ന് താങ്കളെ സംതൃപ്തിപ്പെടുത്തുന്നില്ല എങ്കിൽ അതുപോലെ അഭിനയിക്കരുത്. ഇതത്ര പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. ആത്മാർത്ഥതയുള്ള ഒരു തുറന്ന മനോഭാവം, ഹൃദയം നമുക്കുണ്ടാകണം. തുടർന്ന് ആ അതിമഹത്തായ വാഗ്ദത്തം നാം കാണുന്നു. നാം വായിച്ചത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പിതാവിന് മഹത്വം കൊണ്ടുവരുന്ന മകനോ മകളോ ആയിരിക്കും നിങ്ങൾ. ദൈവം സ്നേഹിക്കുന്ന ദൈവപൈതൽ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ സ്നേഹം കൂടുതൽ നേടുന്നത് അവർ അനുസരണമുള്ളവരും അവർ ദൈവഭയമുള്ളവരും നല്ലവരുമായി വളർന്നു വരുമ്പോഴാണല്ലോ. അല്ലെങ്കിൽ അവർ മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്നവരായിരിക്കും. അതുപോലെ ദൈവത്തെ നമുക്ക് ദുഃഖിപ്പിക്കുവാൻ സാധിക്കും. വീണ്ടും വീണ്ടും എൻ്റെ കുഞ്ഞ് സത്യം അറിഞ്ഞിട്ടും ഞാൻ അവനെ സത്യം പഠിപ്പിച്ചിട്ടും അവൻ വീണ്ടും പഴയ വഴിയിലേക്ക് പോകുന്നല്ലോ എന്ന് ചിന്തിച്ച് ദൈവം ദുഃഖിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ താങ്കളൊരു വിശ്വാസിയാകുന്നെങ്കിൽ ദൈവം എപ്പോഴും താങ്കളുടെ പിതാവാണ്. അത് മറക്കരുത്. ദൈവം ഇവിടെ പറയുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ പിതാവിനെ പോലെ അവിടുന്ന് ആകുവാൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. താങ്കളെ ഒരു മകനെപ്പോലെ കരുതുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. താങ്കൾ ലോകത്തിൻ്റെ പിൻപേ പോയാൽ കപടവേഷവും ധരിച്ച് നടന്നാൽ, താങ്കൾ പറയുന്നത് അർത്ഥമാക്കാതിരുന്നാൽ അവൻ താങ്കളെ തീർച്ചയായും ശിക്ഷിക്കും. അതെ, ഒരുപക്ഷെ അത് എവിടെയെങ്കിലും എല്ലാവരും കാണുന്ന സ്ഥലത്ത് കൊണ്ടിട്ടായിരിക്കില്ല, മുറിക്കുള്ളിൽ കയറ്റിയിട്ടായിരിക്കും അടിക്കുന്നത്. എന്നും താങ്കളെ അങ്ങനെ കൊണ്ടടിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല സുഹൃത്തെ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ അപ്പനും മകനും പോലെ അടുത്ത ഒരു ബന്ധം ദൈവവും നാമും തമ്മിലുമാകും. ഈ ബന്ധം നമ്മിലുണ്ടാകുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുമ്പോൾ നാം ഇതിനെ ഒരുതരം ബന്ധനം പോലെയാകുന്നു കാണുന്നത്, പിടിച്ചുകെട്ടുപോലെ. ഓ, ഇത് ആരാണ് ഇതൊക്കെ അനുസരിക്കാൻ പോകുന്നത്? ഇതൊക്കെ അനുസരിച്ചാൽ പിന്നെ ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്നാൽ ഞാൻ പറയട്ടെ സുഹൃത്തെ, താങ്കളുടെയും എൻ്റെയും ജീവിതം വാസ്തവത്തിൽ ആസ്വദിക്കുവാൻ സാധിക്കുന്നത് ദൈവവചനം അനുസരിച്ച് ദൈവഹിതം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ്. അല്ലാത്തതെല്ലാം പിടിച്ചുകെട്ടാണ്, ബന്ധനമാണ്, അടിമത്വമാണ്. നാം ഇത് ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അനേകർക്കും വലിയ മുൻവിധിയാണ്. അവർ ചിന്തിക്കുന്നത് ദൈവപൈതലായി തീർന്നാൽ പിന്നെ യാതൊരു സ്വാതന്ത്ര്യവും കാണില്ല എന്നാണ്. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായും പറയുന്നത് സ്വാതന്ത്ര്യം വാസ്തവത്തിൽ ആസ്വദിക്കുവാൻ സാധിക്കുന്നത്, അനുഭവിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തെ ആത്മാർത്ഥമായി പിൻപറ്റുന്ന ഒരു ദൈവപൈതലിന് മാത്രമാണ്. ദൈവവചനം ആസ്വദിക്കുവാൻ കഴിയുന്നില്ല എന്ന് അനേകരും പരാതിപ്പെടാറുണ്ട്. അതിൻ്റെ കാരണം സന്തോഷത്തോടെ ദൈവത്തെ അനുസരിക്കുവാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കുന്നില്ല എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. വചനം അനുസരിക്കുക, അപ്പോൾ എല്ലാം ആസ്വാദ്യകരമാകും. ദൈവമായുള്ള ബന്ധം ആസ്വാദ്യകരമാകും, മറ്റുള്ളവരുമായുള്ള ബന്ധം ആസ്വാദ്യകരമാകും. നമ്മുടെ പഠനത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ അതാണ്. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഫലകരമായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.